നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ഗെയിം വീക്ക് 6 ഇന്നും നാളെയുമൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഓരോ ഗെയിം വീക്കിലും നമ്മളൊരു പ്രഡിക്ഷൻ നടത്താറുണ്ട്. കഴിഞ്ഞ തവണ ബോൾഡായിട്ട് ചില പ്രഡിക്ഷൻസ് നടത്തി, അതിൽ പലതും ശരിയായി, ചിലത് പണി കിട്ടി. അപ്പോൾ ഇത്തവണ എന്ത് സംഭവിക്കും ഗെയിം വീക്ക് 6? സാധാരണ എല്ലാ ഗെയിം വീക്ക് കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ പ്രഡിക്ഷനുകൾക്ക് എന്തു പറ്റി എന്ന മറ്റൊരു വീഡിയോയും ചെയ്യാറുണ്ട്. പ്രവചന സിംഹമോ അതോ മാൻഡ്രേക്കോ എന്ന് ചോദിച്ചുകൊണ്ട്. ഏതായാലും ഈ ഗെയിം വീക്കിൽ പ്രവചന സിംഹമാവുമോ അതോ മാൻഡ്രേക്ക് ആവുമോ എന്നുള്ളത് കണ്ടറിയണം. നിങ്ങൾക്കറിയാവുന്ന പോലെ ഇത് നമ്മൾ 90 മിനിറ്റ് കളിക്കളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിന് തന്നെയാണ് പ്രാധാന്യം. പക്ഷേ കളിയുടെ ഒരു ആവേശത്തിൽ ഫുട്ബോൾ പ്രേമികൾ പ്രഡിക്ഷൻസും മറ്റുമൊക്കെ നടത്തുമല്ലോ. ആ അർത്ഥത്തിൽ മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ. ഇപ്പോൾ ലിവർപൂളാണ് 5 കളികൾ 5ഉം വിജയിച്ച് 15 പോയിൻറ്റോടെ ഒന്നാമത് നിൽക്കുന്നത്. ആഴ്സണലിനും ടോട്ടനമിനും ബേൺമൗത്തിനും 10 വീതം പോയിൻറ്റുകളുണ്ട്. അതേസമയം ക്രിസ്റ്റൽ പാലസിന് 9 പോയിൻ്റ്, അവർ 5-ാം സ്ഥാനത്ത്. ചെൽസിക്ക് 8 പോയിൻ്റ്, അവർ 6-ാം സ്ഥാനത്ത്. യുണൈറ്റഡ് ഇപ്പോൾ കഴിഞ്ഞ കളി വിജയിച്ച് കയറി എന്നുള്ളത് ശ്രദ്ധിക്കുക. അത് നമ്മൾ വളരെ ബോൾഡായിട്ട് തന്നെ പറഞ്ഞിരുന്നു 2-1 യുണൈറ്റഡ് ജയിക്കുമെന്ന്. അത് തന്നെ സംഭവിച്ചു. അപ്പോൾ യുണൈറ്റഡ് കഴിഞ്ഞ കളി വിജയിച്ചു എന്നുള്ളത് ശരിയാണ് ചെൽസിക്കെതിരെ. എന്നാൽ പോലും 5 കളികളിൽ നിന്ന് 7 പോയിൻറ്റോടെ അവർ 11-ാം സ്ഥാനത്താണ്. സിറ്റി 5 കളികൾ 7 പോയിൻറ്റ്, അവർ 9-ാം സ്ഥാനത്താണ്. സിറ്റിയെ ആഴ്സണൽ തകർക്കുമെന്നായിരുന്നു നമ്മുടെ ഒരു പ്രഡിക്ഷൻ. പക്ഷേ കഴിഞ്ഞ കളിയിൽ സിറ്റി അവരോട് സമനില പിടിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിരുന്നല്ലോ. ഏതായാലും ഇനി ഈ ഗെയിം വീക്കിലെ മത്സരങ്ങളുടെ പ്രഡിക്ഷനുകളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ന് മത്സരങ്ങൾ ആരംഭിക്കാനായി. വൈകിട്ട് ഇന്ത്യൻ സമയം 5 മണിക്കാണ് ആദ്യ കളി. ബ്രെൻഫോർഡും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലുള്ള കളി എന്ത് സംഭവിക്കും? നമ്മുടെ പ്രഡിക്ഷൻ കഴിഞ്ഞ കളിയിലൊക്കെ വിജയിച്ച് വലിയ ആവേശത്ത് നിൽക്കുകയാണ് റൂബൻ അമോറിമിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ബ്രെൻഫോർഡിനെതിരെ എവേ മത്സരമാണ് യുണൈറ്റഡിന് കളിക്കാനുള്ളത്. എങ്കിലും ഈ കളി യുണൈറ്റഡ് വിജയിച്ച് കയറുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. 2-1 യുണൈറ്റഡ് വിജയിച്ച് കയറും. അടുത്ത മത്സരം ഇന്ന് 7:30 ഒരു പിടി കളികളുണ്ട്. അതിൽ ഒരു കളി ലീഡ്സും ബേൺമൗത്തും തമ്മിലുള്ള പോരാട്ടം. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇപ്പോൾ ബേൺമൗത്ത് മികച്ച രൂപത്തിൽ പോകുന്നു. അതിനൊരു തുടർച്ച ഇന്നത്തെ കളിയിലും കാണാൻ പറ്റും. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ബേൺമൗത്ത് വിജയിക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. അതേ സമയത്ത് തന്നെയാണ് ചെൽസിയും ബ്രൈറ്റണും തമ്മിൽ കളിക്കുന്നത്. കഴിഞ്ഞ കളിയിൽ ചെൽസിക്കൊരു അടി കിട്ടിയെങ്കിലും ഈ കളിയിൽ അവർ തിരികെ വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 2-0 ചെൽസി ബ്രൈറ്റണെ പരാജയപ്പെടുത്തും. അതാണ് നമ്മുടെ പ്രഡിക്ഷൻ. അടുത്ത കളി തീർച്ചയായിട്ടും മാഞ്ചസ്റ്റർ സിറ്റിയും ബേൺലിയും തമ്മിൽ 7:30 ഏറ്റുമുട്ടുന്നു. കഴിഞ്ഞ കളിയിൽ ആഴ്സണലിനോട് സമനില പിടിച്ചു. ഈ കളിയിൽ തകർപ്പൻ വിജയം സിറ്റി സ്വന്തമാക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ച് കയറും. അടുത്ത കളി ക്രിസ്റ്റൽ പാലസും ലിവർപൂളും തമ്മിലാണ്. അതും 7:30 നടക്കുന്ന കളിയാണ്. ലിവർപൂൾ അവരുടെ അപ്രമാദിത്യം തുടരും, അവരുടെ വിജയക്കുതിപ്പ് തുടരും. 1-3 ലിവർപൂൾ ക്രിസ്റ്റൽ പാലസിനെ തോൽപ്പിക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. പിന്നെ ഇന്ന് രാത്രി 10 മണിക്കുള്ള കളി നോട്ടിംഗ്ഹാം ഫോറസ്റ്റും സണ്ടർലൻഡും തമ്മിലാണ് കളിയിൽ നോട്ടിംഗ്ഹാമിനെ സണ്ടർലൻഡ് തോൽപ്പിക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. ഏകപക്ഷീയമായ 1 ഗോളിന് സണ്ടർലൻഡ് വിജയിക്കും എന്നുള്ള പ്രഡിക്ഷൻ നമ്മൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ടോട്ടനമും വോൾസും തമ്മിൽ ഇന്ന് രാത്രി 12:30 എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി നാളെ പുലർച്ചെ 12:30 കളിക്കുകയാണ്. ടോട്ടനം തന്നെ വിജയിക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ടോട്ടനമിൻ്റെ വിജയം പ്രഡിക്റ്റ് ചെയ്യുന്നു. ആസ്റ്റൺ വില്ലയും ഫുൾഹാമും തമ്മിൽ നാളെ വൈകിട്ട് 6:30 കളിയുണ്ട്. കളി വില്ല ഫുൾഹാം 1-1 സമനില. ദാറ്റ്സ് അവർ പ്രഡിക്ഷൻ. പിന്നെ ഒരു വമ്പൻ പോരാട്ടം നടക്കുന്നു. ന്യൂ കാസിലും ആഴ്സണലും തമ്മിൽ നാളെ രാത്രി ഇന്ത്യൻ സമയം 9 മണിക്ക് ന്യൂ കാസിൽ യുണൈറ്റഡിൻ്റെ മൈതാനത്ത് ആഴ്സണൽ വിജയിക്കുമെന്ന് നമ്മുടെ പ്രഡിക്ഷൻ. 2-1 ആഴ്സണൽ വിജയിക്കുമെന്നാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അടുത്ത കളി എവേർട്ടനും വെസ്റ്റ് ഹാമും തമ്മിലാണ്. അത് തിങ്കളാഴ്ച രാത്രി 12:30 എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് നമുക്ക് ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച പുലർച്ചെ 12:30 നടക്കുന്ന ആ കളി എവേർട്ടൻ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് വിജയിക്കുമെന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും വ്യത്യസ്തമായ പ്രഡിക്ഷൻസും ഒക്കെ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.